വെൽക്കം ബാക്ക് ടു ജിനോടെക് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു X300 അൾട്രയുടെ ക്യാമറ സെറ്റിങ്സിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സെറ്റിങ്സ് ഉള്ളതാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയാണ്ട് പോയിട്ട് എടുക്കും, എന്നിട്ടാണ് അത് പഠിക്കാൻ ശ്രമിക്കുക. ബട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സുകൾ അറിഞ്ഞതിന് ശേഷം ഈ ഒരു ഫോൺ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. X300 പ്രോയിലെ ക്യാമറ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡാണ്. സോ ഈ ഒരു മോഡിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ക്യാമറ ലേഔട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 14mm, 35mm, 50mm അല്ലെങ്കിൽ 85mm തുടങ്ങിയ ലെൻസുകളൊക്കെ ഇതിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓട്ടോ അല്ലെങ്കിൽ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് കാണാൻ പറ്റും. ഈ പ്രോ മോഡാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ISO അതുപോലെ തന്നെ ഷട്ടർ സ്പീഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരും. ഓട്ടോ മോഡാണെങ്കിൽ നമുക്കെല്ലാം ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലെറ്റുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറേ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. സോ ഒരു പ്രോ ലെവൽ ഫോട്ടോഗ്രാഫിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റോ ഫോട്ടോ എടുക്കാനും ഫോട്ടോൻ്റെ റെസൊല്യൂഷൻ മാറ്റാനൊക്കെ നമുക്ക് ഈ ഒരു മോഡ് കൂടുതൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ അത്തരത്തിലുള്ള ഒരു മോഡാണ് ഈ പറയുന്ന സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി മോഡ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ലാൻഡ്സ്കേപ്പ് ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡായിരിക്കും കാണുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള മോഡ് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫ്ലോട്ടിങ് അല്ലെങ്കിൽ ഫ്ലോ അല്ലെങ്കിൽ ഫയർ വർക്ക് എന്ന് തുടങ്ങിയ എല്ലാ ഇവൻസിൻ്റെയും ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ മോഡുകൾ ഇട്ടിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ AI പ്രോസസ് ചെയ്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ലോങ് എക്സ്പോസർ ഫോട്ടോസ് ആണെങ്കിലും നമുക്കിവിടെ ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇവിടെയും നമുക്ക് ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഈ ഫോട്ടോഗ്രാഫി മോഡിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. സയസിൻ്റെ പേഴ്സ്പെക്റ്റീവ് കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എങ്ങനെ പിടിക്കണം എന്ന് വരെ കണ്ട ഈ ഒരു ചതുരത്തിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഫോട്ടോഗ്രാഫി തീരെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും എങ്ങനെ ഫോൺ പിടിക്കണം എന്നുള്ള കാര്യം നമുക്കിവിടെ ഈ ഒരു ഫോൺ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ പാനോ മോഡ്, ട്രൈപോഡ് മോഡ്, ആസ്ട്രോ പോർട്രേറ്റ്, അതായത് നമ്മൾ മറ്റേ സ്റ്റാറൊക്കെ ഓടിപ്പോകുന്ന പോലത്തെ പരിപാടികൾ അങ്ങനെ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെടുക്കാൻ പറ്റും. സൂപ്പർ മൂൺ പോലത്തെ ഫോട്ടോസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മോഡിൽ ഈസിയായിട്ട് എടുക്കാൻ പറ്റും. റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എത്ര മെഗാപിക്സൽ ഫോട്ടോ ആണ് വേണ്ടതെന്നുള്ള ഓപ്ഷൻ നമുക്ക് മുകളിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പാൻ ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. സയസിൻ്റെ നേരത്തെ പറഞ്ഞ ആ ഒരു പേഴ്സ്പെക്റ്റീവ് കറക്ഷൻ നമുക്ക് മുകളിൽ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ലാൻഡ്സ്കേപ്പ് ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ്. പിന്നെ നമ്മൾ കാണുന്നത് പോർട്രേറ്റ് മോഡാണ്. പോർട്രേറ്റ് മോഡാണ് ഏറ്റവും ഹ്യൂജ് ആയിട്ടുള്ള അടിപൊളി ഫോട്ടോസ് തരുന്ന ഒരു മോഡ് എന്ന് പറയേണ്ടി വരും. സോ ഈ ഒരു മോഡിൽ നമ്മൾ 14mm, 35mm, 85mm ഇത് ഏത് ലെൻസിൽ വേണമെങ്കിൽ നമുക്ക് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. മാക്സിമം നമുക്ക് 135mm ഫോട്ടോസാണ് എടുക്കാൻ പറ്റുക. അവിടെ നമുക്ക് ലെറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും, ഫോക്കസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോക്കസ് വാല്യൂ എപ്പോഴും കുറഞ്ഞ ഫോക്കസ് വാല്യൂ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടുള്ളൂ. എപ്പോഴും ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബ്യൂട്ടിഫിക്കേഷൻ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മുകളിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ലൈവ് ഫോട്ടോൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഫ്ലാഷിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എത്ര മെഗാപിക്സൽ വേണം എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. സോ ഇതുപോലെ നല്ല നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു മോഡിലാണ് എടുക്കേണ്ടത്. നോർമലി നമുക്ക് 35 അല്ലെങ്കിൽ 85 ഉപയോഗിക്കണമായിരിക്കും ഏറ്റവും നല്ല ക്ലാരിറ്റിയുള്ള പിക്ചേഴ്സ് തരിക. അതുകൂടാതെ 50 ആണെങ്കിലും 135 ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയിൽ നമുക്ക് ഫോട്ടോസ് കിട്ടും. സോ പോർട്രേറ്റ് മോഡാണ് നമ്മളെപ്പോഴും ഫോട്ടോഗ്രാഫിക്ക് ഉപയോഗിക്കേണ്ട മോഡ്. പിന്നെ വരുന്നത് ഫോട്ടോ മോഡാണ്. അതിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുക, ലെൻസ് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഓടുന്ന ഒബ്ജക്റ്റുകളെ ഫാസ്റ്റായിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ആക്ഷൻ മോഡുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് സെറ്റിങ്സുകൾ മാറ്റാനായിട്ടുള്ള ഓപ്ഷൻസും താഴെ കാണാൻ പറ്റും. എല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ല. പിന്നെ വീഡിയോഗ്രാഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ലോഗ് വീഡിയോ എടുക്കാൻ പറ്റും. കണ്ട ഒരു കളർ മാറി കണ്ട. ബട്ട് ഈ ഒരു ലോഗ് വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ലോഗ് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ കളർ ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിയോ ഫോക്കസ് പരിപാടികൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്, നമ്മുടെ ഐഫോണിലൊക്കെ ഇപ്പോൾ വന്ന പോലെ തന്നെ. അതുപോലെ തന്നെ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 4K 120 FPS അല്ലെങ്കിൽ 8K 30 FPSൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വീഡിയോ റെസൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ ഫ്ലാഷ് ഓപ്ഷനാണ് മുകളിൽ വരുന്നത്. പിന്നെ താഴെ നമ്മുടെ വീഡിയോഗ്രാഫി ലെറ്റ്സ് നമ്മൾ ഫിലിം മോഡ്, ഏതെങ്കിലും ഫിലിം മോഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ബ്യൂട്ടിഫിക്കേഷൻ എഫക്ട്സ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു കളർ ലെറ്റ്സ് ഇവിടെ നമുക്ക് ഫിൽറ്റേഴ്സ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് കസ്റ്റമൈസ് ഫീച്ചേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈൽസ്, ടെലിപ്രോമീറ്റർ കിട്ടുന്ന നമ്മൾ എടുക്കുമ്പോൾ നമുക്കിവിടെ എഴുതി കണ്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ചെയ്യാണ്, അപ്പോൾ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ അങ്ങനെ വീഡിയോ എടുക്കാം. അത് നല്ല യൂസ്ഫുൾ ആണ്.
പിന്നെ നമുക്ക് നോക്കുമ്പോൾ ലോഗ് മോഡ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഓഡിയോ മോഡ് ഉണ്ട്, ഫ്ലാഷ്, ബ്യൂട്ടിഫിക്കേഷൻ, റെസൊല്യൂഷൻ ചേഞ്ച് ചെയ്യണത്, എക്കോ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഡോൾബി വിഷൻ സപ്പോർട്ട്, ആംഗിൾ വൈഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചുകൂടി വൈഡ് ആംഗിൾ ഉണ്ട്, ഹൊറിസോണ്ടൽ ലെവലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ലെവലിംഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ പോലും നമുക്ക് സ്റ്റഡി ആയിട്ട് കിട്ടുന്ന പോലത്തെ പരിപാടിയാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫീച്ചേഴ്സൊക്കെ നമുക്ക് വീഡിയോയിൽ അവൈലബിൾ ആണ്. ചെറിയ ഫീച്ചേഴ്സ് അല്ല, ഇതൊക്കെ നല്ല അടിപൊളി ഫീച്ചേഴ്സ് തന്നെയാണ്. സോ ഒരു പ്രോ മോഡിലേക്ക് പോകണമെങ്കിൽ ഇവിടെ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും വിവോയുടെ പ്രോ മോഡ് വീഡിയോഗ്രാഫിലേക്ക് പോകും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു സിനിമ ക്യാമറ ഫീൽ ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒക്കെ ക്യാമറയിൽ വീഡിയോ എടുക്കില്ലേ, അതേപോലെ ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും കാണാൻ പറ്റും. ലെൻസ് മാറ്റുക, ISO അഡ്ജസ്റ്റ് ചെയ്യുക, കളർ അഡ്ജസ്റ്റ് ചെയ്യുക, അപ്പർച്ചർ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുക, ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇവിടെ കിട്ടും. നിങ്ങൾ ഏത് മോഡിലാണ് എടുക്കണേ, ലോഗിലാണോ അതോ SDR മോഡിലാണോ എന്നൊക്കെ നമുക്ക് ഇവിടെ മാറ്റി സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ്ഡ് ലെറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ 2 ലെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ലെറ്റ്സ് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഈ ഒരു പ്രോ മോഡിൽ കിട്ടും. അത് ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ചെയ്ത് നമ്മുടെ നോർമൽ മോഡിലേക്ക് പോകും. പിന്നെ നമുക്ക് പോർട്രേറ്റ് വീഡിയോ ഉണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയതിനു ശേഷം വീഡിയോ എടുക്കുന്ന പരിപാടിയാണ് പോർട്രേറ്റ് വീഡിയോ. അത് അടിപൊളിയാണ്. പിന്നെ മോർ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ പാനോ വീഡിയോ, ഡോക്യുമെൻറ്റ് സ്കാനർ, സ്ലോ മോഷൻ, സ്റ്റേജ്, ടൈം ലാപ്സ്, പ്രോ ഫോട്ടോ, സ്നാപ്ഷോട്ട്, അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, സ്പേഷ്യൽ ക്യാമറ, ഫുഡ്, പ്രോ വീഡിയോ, ക്രിയേറ്റീവ്, സൂപ്പർ മൂൺ, ഹൈ റെസൊല്യൂഷൻ, സ്റ്റേജ് വ്യൂ പോലുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സ്റ്റേജ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ എന്നെയും കാണാൻ പറ്റും, അതേസമയം നമ്മുടെ പുറത്തുള്ള സാധനം കാണാൻ പറ്റുന്ന പോലത്തെ ഒരു മോഡാണ് ഇതിൽ വരുന്നത്. സോ അങ്ങനെയുള്ള മോഡ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിലും നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഫീച്ചർ ഫ്രണ്ട് ക്യാമറയിൽ ഇല്ല കേട്ടോ, ലാൻഡ്സ്കേപ്പും ഇല്ല. പോർട്രേറ്റ് മോഡിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ക്യാമറ സെലക്ട് ചെയ്യാം. ഇവിടെ പോർട്രേറ്റ് മോഡ് ഇട്ടിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫ്രണ്ട് ക്യാമറ, അതുപോലെ തന്നെ ഫോട്ടോ, വീഡിയോ, പോർട്രേറ്റ് വീഡിയോ, മോറിൽ ഈ കാണുന്ന ഓപ്ഷൻസൊക്കെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും അവൈലബിൾ ആണ്. നേരത്തെ കണ്ട പോലത്തെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ചില ഫീച്ചേഴ്സ് മാത്രമേ ഫ്രണ്ട് ക്യാമറയിൽ വർക്ക് ആവുന്നുള്ളൂ. സോ ഓവറോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് വരുന്നത്. സോ അഫ്കോഴ്സ് ഇത് നല്ല അടിപൊളി ഫോട്ടോസ് തരുന്ന ഒരു ഫോൺ തന്നെയാണ്. എന്തായാലും ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ലെൻസുകളെ പറ്റി പഠിക്കാം. ഈ ഫോണിൽ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും 3 സെൻസറുകളാണ്. ഒന്ന് അൾട്രാ വൈഡ് സെൻസറാണ്. ഇത് അൾട്രാ വൈഡ് സെൻസർ ഇതാണ്. ഇത് 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആണ്. പിന്നെ 200 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ സെൻസർ, അതുപോലെ തന്നെ 200 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്. ഈ 200 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും ഈ 200 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഈ കാണുന്നത് ഒരു സെൻസറാണ്, ക്യാമറയല്ല. പിന്നെ ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ക്യാമറ കാണാൻ പറ്റും. അത് 5 മെഗാ പിക്സലിൻ്റെ കളർ ക്യാമറയാണ് നമ്മുടെ വിവോൻ്റെ. അതുപോലെ തന്നെ T-Star കോട്ടിങ് കാണാൻ പറ്റും. അതായത് വിവോൻ്റെ റിഫ്ലക്ഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ലൈറ്റ് കറക്റ്റ് ചെയ്യാനും കളർ കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സംഭവമാണ് T-Star കോട്ടിങ് എന്ന് പറഞ്ഞാൽ. അത് ഈ ഒരു സെൻസറിലുണ്ട് മൊത്തത്തിൽ. സോ സൈസിൻ്റെ ബാഡ്ജിങ് നമുക്ക് കൂടെ കാണാൻ പറ്റും. ഫ്ലാഷ് ലൈറ്റൊക്കെ അത്യാവശ്യം എഫക്റ്റീവാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ക്യാമറ സെൻസേഴ്സ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫോൺ ഡെഫിനറ്റ്ലി ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഫോണായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ധൈര്യമായിട്ട്. ബട്ട് ഇതിൻ്റെ പ്രോസസ്സിങ് ടൈം കുറച്ചെടുക്കും. പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ പ്രോസസ്സിങ്ങിന് വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോഗ്രാഫി പോർട്രേറ്റ് എടുക്കുമ്പോഴും കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതൊഴികെ ബാക്കി എല്ലാ പരിപാടികളും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വൈഡ് ക്യാമറ ഉൾപ്പെടെ ടെലിഫോട്ടോ ലെൻസ് എല്ലാം വേറെ ലെവലാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു 2 ലെൻസ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ട്രാവൽ ഫോട്ടോഗ്രാഫി ഒക്കെ കൂടുതൽ സൂം ചെയ്ത് കൂടുതൽ അകലത്തെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. മെയിനായിട്ട് ഇതിൽ സൂമിങ് പരിപാടികളാണ് ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. നോർമൽ ഫോട്ടോയിൽ സൂമിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2419 mm സൂമിങ്. അത് എത്ര എക്സാന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് MM-ലാണ് കാണിച്ചത്. അത്രയും MM സൂമിങ് ചെയ്യാൻ പറ്റും. അത് നല്ല ക്ലാരിറ്റിയിൽ കിട്ടും. സോ അതൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെറ്റിംഗ്സിനെ പറ്റി പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ അടിപൊളി വീഡിയോസ്, റിവ്യൂ വീഡിയോസിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം.